salient features. Salient features of synchronous motors. Salient features of synchronous motors. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളുടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് സിങ്ക്രണസ് സ്പീഡിലാണ് നമ്മൾ പറഞ്ഞു. സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 120 f/t ആണ്. ഓൾസോ ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഒരു മെഷീനകത്ത് പി എന്ന് പറയുന്നത് ഒരിക്കലും വേരി ചെയ്തില്ല, കോൺസ്റ്റന്റ് ആണെന്ന് ആയതുകൊണ്ട് തന്നെ, അതായത് ഇവിടെ റൺ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സപ്ലൈ ഫ്രീക്വൻസി ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇത് ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള സാലിയന്റ് ഫീച്ചറിൽ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന സിങ്ക്രണസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്, സിങ്ക്രണസ് മോട്ടോഴ്സ് ആർ ജനറലി സാലിയന്റ് പോൾ ടൈപ്പ്. സാലിയന്റ് പോൾ ടൈപ്പ്. ഓക്കെ. ഇനി നമുക്ക് ഈ സെയിം മോട്ടറിനെ ഇറ്റ് ക്യാൻ ബി മേഡ് ടു ഓപ്പറേറ്റ് ഡിഫറെന്റ് പവർ ഫാക്ടേഴ്സ്. പല പവർ ഫാക്ടർ, അതായത് യൂണിറ്റി പവർ ഫാക്ടറും ലീഡിംഗ് പവർ ഫാക്ടറും ലാഗിംഗ് പവർ ഫാക്ടറിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാ? ബൈ വേരിങ് ദി ഫീൽഡ് എക്സൈറ്റേഷൻ. അതായത് ഫീൽഡ് എക്സൈറ്റേഷൻ വേരി ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സിങ്ക്രണസ് മോട്ടറിനെ ലാഗിംഗ് പവർ ഫാക്ടറിലും ലീഡിംഗ് പവർ ഫാക്ടറിലും അതേപോലെ യൂണിറ്റി പവർ ഫാക്ടറിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതെന്ന് പറയുന്നത് മറ്റൊരു ഫീച്ചറാണ്. അപ്പോൾ സിങ്ക്രണസ് മോട്ടർ ക്യാൻ ബി operated at different power factors by varying the field excitation. Okay. ഇനി നമ്മൾ സിങ്ക്രണസ് മോട്ടോർ സിങ്ക്രണസ് സ്പീഡിൽ റൺ ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സിങ്ക്രണസ് മോട്ടോർ ഒരിക്കലും സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഓക്കെ. അപ്പോ അങ്ങനെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഓക്സിലറി മീൻസ് യൂസ് ചെയ്യണം. അത് മറ്റൊരു പോയിന്റ് ആണ്. സിങ്ക്രണസ് മോട്ടോഴ്സ് ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്. And auxiliary means has to be used for starting the motor. ഓക്കെ. അപ്പോ നിങ്ങളുടെ അടുത്ത് ഒരു എ പാർട്ടിലോ അല്ലെങ്കിൽ ബി പാർട്ടിലോ സബ്ഡിവിഷൻ ആയിട്ടോ റൈറ്റ് ഡൗൺ ദി സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് സിങ്ക്രണസ് മോട്ടോഴ്സ് എന്ന് ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് എഴുതേണ്ടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് a synchronous motor. Equivalent circuit of a synchronous motor. Okay. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിങ്ക്രണസ് മോട്ടറിൽ വി ആർ ഗിവിംഗ് 2 സപ്ലൈസ്. 2 സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? ഒരു ഡി സി സപ്ലൈ കൊടുക്കുന്നുണ്ടല്ലേ. എങ്ങോട്ടാ ഡി സി സപ്ലൈ കൊടുക്കുന്നത്? ഡി സി സപ്ലൈ ഇസ് ഗിവൺ ടു ദി റോട്ടർ ആൻഡ് 3 ഫേസ് എ സി സപ്ലൈ ഈസ് ഗിവൺ ടു സ്റ്റേറ്റർ. അതെങ്ങോട്ടാ കൊടുക്കുന്നത്? നമ്മൾ സ്റ്റേറ്ററിനകത്താണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോ നമ്മൾ സ്റ്റേറ്ററിലേക്ക് ഒരു എ സി സപ്ലൈ കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റർ വൈൻഡിങ്ങിനകത്തുകൂടി എന്ത് പാസ് ചെയ്യും? ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ. അപ്പോ നമ്മുടെ സ്റ്റേറ്റർ വൈൻഡിങ്സിന് എന്തുണ്ട്? ഒരു സ്റ്റേറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്. ഹാവിംഗ് റെസിസ്റ്റൻസ് ആർ. അതായത് സ്റ്റേറ്റർ എന്ന് പറയുന്നത് ആർമേച്ചർ ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? സ്റ്റേറ്റർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. ആർമേച്ചർ റെസിസ്റ്റൻസും ഉണ്ടാവും. അതേപോലെ എക്സസ് എന്ന് പറയുന്നത് സിങ്ക്രണസ് റിയാക്ടൻസ് ആണ്. അപ്പോ നമ്മുടെ സ്റ്റേറ്ററിന് ആർമേച്ചർ റെസിസ്റ്റൻസും കാണും, സിങ്ക്രണസ് റിയാക്ടൻസും കാണും. ഇനി നമ്മൾ എപ്പോഴാണോ റോട്ടറിലേക്ക് ഒരു ഡി സി സപ്ലൈ കൊടുക്കുന്നത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് സ്റ്റേറ്റർ കണ്ടക്ടറിനെ ലിങ്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്? അപ്പോ ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ, ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സ്റ്റേറ്റർ കണ്ടക്ടർ ചേഞ്ചസ്. അങ്ങനെ എന്തുണ്ടാവും? ഒരു EMF നമ്മുടെ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാക്ക് EMF അല്ലെങ്കിൽ കൗണ്ടർ EMF എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ക് EMF നമ്മുടെ സ്റ്റേറ്ററിന്റെ സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താണ്? നമ്മളുടെ കയ്യിൽ 2 സപ്ലൈ ആണുള്ളത്. ഒരു ഡി സി സപ്ലൈ ഉണ്ട് റോട്ടറിലേക്ക് കൊടുക്കാൻ, അതേപോലെ ഒരു 3 ഫേസ് AC സപ്ലൈ ഉണ്ട് സ്റ്റേറ്ററിലേക്കും കൊടുക്കാൻ. അതേപോലെ നമ്മുടെ സ്റ്റേറ്ററിനകത്ത്
ഉള്ള റെസിസ്റ്റൻസ് ആണ് ആർ എ. സ്റ്റേറ്റർ എന്ന് പറയുന്നത് ആർമേച്ചർ ആണ്, അതുകൊണ്ട് തന്നെ ആർ എ എന്ന് പറയുന്നത് ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. അതേപോലെ എക്സസ് എന്ന് പറയുന്നത് സിങ്ക്രണസ് റിയാക്ടൻസും ആയിരിക്കും. ഓക്കെ, അപ്പോ പിന്നെ നമ്മൾ എന്താ പറയുന്നത്, നമ്മളൊരു ഒരു എ സി സപ്ലൈ എന്ന് പറയുന്നത് when an AC supply is given to stator എന്ത് സംഭവിക്കും, ഒരു കറണ്ട് ഫ്ലോസ് ത്രൂ ദി സ്റ്റേറ്റർ വൈൻഡിങ്സ് അല്ലെ. കറണ്ട് എന്ത് ചെയ്യും, ഒരു സ്റ്റേറ്റ് നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റേറ്റർ വൈൻഡിങ്സിനകത്തൂടി അല്ലെങ്കിൽ സ്റ്റേറ്റർ കണ്ടക്ടേഴ്സിനകത്തൂടി എന്ത് ചെയ്യാൻ തുടങ്ങും, ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇനി നമ്മൾ ഒരു ഡി സി സപ്ലൈ നമ്മൾ ഒരു റോട്ടറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ഡി സി സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ റോട്ടറിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ ലിങ്ക് ചെയ്യും, and it links with the stator conductors ഓക്കെ ആണല്ലോ. ഇത്ര നമ്മളിപ്പോ സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് ലിങ്ക് ചെയ്തെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ റോട്ടർ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സ്റ്റേറ്ററിൽ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് വേരി ചെയ്യും അല്ലെ. വേരി ചെയ്യുകയാണെങ്കിൽ ഫ്ലക്സ് വേരി ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ആസ് ദി റോട്ടർ റൊട്ടേറ്റ്സ് എന്ത് സംഭവിക്കും, an EMF is induced in the stator windings. എന്തുകൊണ്ടാ സ്റ്റേറ്റർ വൈൻഡിങ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആസ് there is change in the flux linked with the stator. As there is a change in the flux linked with the stator. അങ്ങനെ നമ്മുടെ സ്റ്റേറ്ററിനകത്ത് എന്തുണ്ടാവും, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഈ EMFനെ EMF is called as, ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, called as back EMF എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയും, കൗണ്ടർ EMF എന്ന് പറയും. ഓക്കെ, ഈ ബാക്ക് EMF എന്ന് പറയുന്നത് ഒപ്പോസസ് ദി സപ്ലൈ വോൾട്ടേജ്. സ്റ്റേറ്ററിന്റെ സപ്ലൈ വോൾട്ടേജിനെ എന്ത് ചെയ്യും, നമ്മളുടെ ബാക്ക് EMF ഒപ്പോസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഇങ്ങനെ പ്രൊഡ്യൂസ് ബാക്ക് EMFനെ നമുക്ക് EB എന്ന് വിളിക്കാം. ഇത് എന്തിനൊക്കെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്പീഡ് ഓഫ് റോട്ടർ. നമ്മുടെ റോട്ടർ എത്രമാത്രം സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ ഫ്ലക്സ് ഇൻ ദ റോട്ടറിനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതായത് ബാക്ക് EMF ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്, റോട്ടറിലെ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, EB എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഫൈ എന്ന് പറയാം. ആൻഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്ലക്സ് ഫൈ ഡിപ്പെൻഡ്സ് ഓൺ ഫീൽഡ് കറന്റ് IF ആണല്ലോ, ഫീൽഡ് കറന്റ് IF. ഇനി നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഈ സ്റ്റേറ്റർ സപ്ലൈ വോൾട്ടേജ് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ന് പറയുന്നത് റോട്ടറിനെ ലിങ്ക് ചെയ്യും. അപ്പൊ റോട്ടർ എന്ന് പറയുന്നത് എന്താണ്, സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യും, റോട്ടറിനകത്ത് EMF ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഓക്കെ, റോട്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേറ്ററിനെ ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് സ്റ്റേറ്ററിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ സ്റ്റേറ്ററിന്റെ സപ്ലൈ വോൾട്ടേജ് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്താലും ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് റോട്ടറിനെ ലിങ്ക് ചെയ്താലും റോട്ടർ കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സിങ്ക്രണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് റോട്ടറിനകത്ത് എന്തുണ്ടാവത്തില്ല, ഒരു EMF ഡെവലപ്പ് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സിങ്ക്രണസ് മോട്ടറിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ഇങ്ങനെ വരയ്ക്കാം. നമുക്കറിയാം, ഇവിടെ എന്തെന്ന് പറഞ്ഞു, ഒരു റെസിസ്റ്റൻസ് RA ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ഒരു റിയാക്ടൻസ്, സിങ്ക്രണസ് റിയാക്ടൻസ് XS ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ സ്റ്റേറ്ററിൽ ഉണ്ടാവുന്ന ബാക്ക് EMF EB എന്ന് പറയുന്നത്. ഇതാണ് പ്ലസ് മൈനസും ഇതിലേക്കൂടി പോകുന്ന കറണ്ടാണ് IA ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നെറ്റ് വോൾട്ടേജ് പെർ ഫേസ് ഇൻ സ്റ്റേറ്റർ വൈൻഡിങ്, നെറ്റ് വോൾട്ടേജ് പെർ ഫേസ് ഇൻ സ്റ്റേറ്റർ വൈൻഡിങ് is equal to
ഇതിനെ നമുക്ക് ഇ ആർ എന്ന് വിളിക്കാം. ഇ ആർ എന്ന് പറയുന്നത് റിസൾട്ടന്റ് വോൾട്ടേജ് ആണ്. അതെന്ന് പറയുന്നത് വി മൈനസ് ഇ ബി, അതായത് ഇ ബി എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിസൾട്ടന്റ് ഇ എന്ന് പറയുന്നത് എന്താണ്? വി മൈനസ് ഇ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ആർമേച്ചർ കറണ്ട് പെർ ഫേസ്, ആർമേച്ചർ കറണ്ട് പെർ ഫേസ് എന്താണ്? ഐ എന്തായിരിക്കും? ഇ ആർ ബൈ ഇസഡ് എസ് ആയിരിക്കും. ആണല്ലോ. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ സിങ്ക്രണസ് മോട്ടർ നോർമലി എക്സൈറ്റഡ് ആണെന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? സിങ്ക്രണസ് മോട്ടർ ഇസ് സെറ്റ് ടു ബി നോർമലി എക്സൈറ്റഡ് ഇഫ് വി ഈക്വൽ ടു ഇ ബി. വി ഈക്വൽ ടു ഇ ബി ആവുമ്പോഴാണ് നമ്മുടെ സിങ്ക്രണസ് മോട്ടർ നോർമലി എക്സൈറ്റഡ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇ ബി എന്ന് പറയുന്നത് ഇ ബി ഈസ് ലെസ് ദാൻ വി. ഓക്കെ, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ക് എംഎഫ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിനെക്കാട്ടിലും കുറവാണെങ്കിൽ then the synchronous motor is said to be underexcited if EB is less than V, and if EB is greater than V, produce in the back EMF supply voltage നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ then the synchronous motor is said to be overexcited. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ദിസ് ഇസ് ദ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ synchronous motor. Okay.